ജോസഫ് സാർ, ഇവിടെ നേരത്തെ ശ്രീമതി ദീപ ഈശ്വർ സംസാരിച്ചപ്പോൾ പറഞ്ഞു അവരുടെ മാനസിക സംഘർഷം, അതായത് ഭർത്തൃ വീട്ടിലുണ്ടായിരുന്ന ആ സാഹചര്യങ്ങൾ, ഒരു തകർന്ന കുടുംബാന്തരീക്ഷത്തിൽ കഴിയേണ്ടി വന്നത്, കുട്ടികൾ വേണ്ട രീതിയിൽ സ്നേഹം പ്രകടിപ്പിക്കാതിരുന്നത്, അങ്ങനെ തുടങ്ങി കുറേ കാലമായ അവർ അനുഭവിച്ചു കൊണ്ടുവന്നിരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ മനസ്സിനകത്ത് ഒരു സങ്കീർണമായ ഒരു സാഹചര്യമാവുകയും പിന്നീട് അത് ട്രിഗർ ചെയ്തിരിക്കാം ഈ സംഭവങ്ങളിലേക്ക് എന്നാണ്. ജോർജ് ജോസഫ് സാർ, ഈ അമ്മ ഈ 3.5 വയസ്സുകാരിയെ കൊന്നതിന് ഇപ്പോൾ ശ്രീമതി ദീപ ഈശ്വരൊക്കെ സംശയിക്കുന്നത് പോലെ ഒരു കാരണമാണോ താങ്കൾ സംശയിക്കുന്നത്? അതല്ലെങ്കിൽ എന്തിനു കൊന്നു എന്നാണ് താങ്കളുടെ ഉള്ളിലുള്ള ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ കാണുന്നത്? ഇല്ല, നമ്മൾ പല വഴിക്കൂടെ ചിന്തിക്കണം. ആ പോലീസ് അത് അമ്മ ഈ കൊച്ചിനെ കൊന്നതിന് ഒരു മോട്ടീവ്, ആ മോട്ടീവ് എന്താണെന്ന് കുറ്റച്ചാർജിനത് പറഞ്ഞില്ലേ പറ്റുള്ളൂ പോലീസിന്. അല്ലാതെ വെറുതെ കൊച്ചിനെ എടുത്ത് ആറ്റി ഇട്ടെന്ന് പറയാൻ ഒക്കില്ല. അപ്പോൾ ഒരു മോട്ടീവ് എന്താണെന്ന് കൃത്യമായിട്ട് അത് കുറച്ച് വിശദമായിട്ട് അവരെ ചോദ്യം ചെയ്ത് ശേഷമേ അതിലോട്ട് വരാൻ ഒക്കുള്ളൂ. പക്ഷേ ഇതിനകത്തൊരു ഒരു കാര്യം, ഈ കുട്ടി അമ്മയുടെ അടുത്ത് പറയാനുള്ള സാധ്യത 99% ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം കൊച്ചിന് അവിടെ വേദന ഉണ്ടാകുന്നു, ഇവിടെ വേദന, അതിൻ്റെ കാരണം അതിന് മനസ്സിലാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് അമ്മ അത് നോക്കിയിട്ടുണ്ടാവും. അത് ഭർത്തൃ വീട്ടിൽ നിന്നുണ്ടായെങ്കിൽ അമ്മയ്ക്കൊരു ഉത്തരവാദിത്വമുണ്ട്, ആ കൊച്ചിനെ അവിടെ നിർത്താതിരിക്കാമല്ലോ. നഴ്സറി പോകുന്ന കൊച്ചല്ലേ, എന്തുകൊണ്ട് അമ്മയുടെ സംരക്ഷണ കൊച്ചിനെ വെച്ചില്ല? അതൊരു അമ്മയുടെ ഭാഗത്തൊരു വലിയൊരു ഫോൾട്ടല്ലേ. എല്ലാ അമ്മമാരും അങ്ങനെയല്ലേ, കുട്ടിയെ ചേർത്ത് പിടിക്കത്തില്ലേ? അത് മാനസിക രോഗമുള്ള നല്ല ക്രാക്കായിട്ട് നടക്കുന്ന ഒരു അമ്മയായാലും ശരി, ആ കൊച്ചിനെ ചേർത്ത് വയ്ക്കുമവർ. അങ്ങനെ നമ്മളിത് കണ്ടിരിക്കുന്നുള്ളൂ. വളരെ റെയറായിട്ട് ഇതുപോലെ സംഭവം. ഇതൊരു വാശി വൈരാഗ്യം ഭർത്താവിൻ്റെ വീട്ടുകാരോട് വന്നതിൻ്റെ പുറത്ത് ആ കുട്ടിയെ എടുത്ത് വലിച്ചെറിഞ്ഞ പോലെ എനിക്ക് തോന്നുന്നത്. കാരണം അമ്മയ്ക്ക് ഈ പീഡനത്തിൻ്റെ വിവരം അറിയാമെങ്കിൽ, കൊച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാമെങ്കിൽ, ആ കുട്ടിയെ തീർച്ചയായിട്ടും അവിടുന്ന് മാറ്റി വല്യമ്മയുടെ അടുത്ത് അവിടെ ആക്കാമല്ലോ. ഇവർ മിക്കവാറും അവിടെ തന്നെ അല്ലേ. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു പ്രശ്നം ഭർത്താവിൻ്റെ വീട്ടുകാരുള്ള പേര് അല്ല, കുട്ടിയുടെ സ്നേഹം അവരെ അടിച്ചുകൊണ്ട് പോയാൽ നല്ല കാര്യമായിട്ടായിരിക്കും ആ അമ്മ കരുതുന്നത്, ആ സ്ത്രീ എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ ഒരു പ്രശ്നമില്ല. അങ്ങനെയാണ് ഇവരവിടെ പോയി നിന്നുകൂടെ? ആ 2 കുട്ടികൾ അവിടെ അല്ലേ നിൽക്കുന്നത്, അവർക്ക് അവിടെ പോയി നിൽക്കാൻ കഴിയും അല്ലേ? 2 കുട്ടികളെ ഇവരുടെ വല്യമ്മയുടെ വീട്ടിലോട്ട് കൊണ്ടുവന്നുകൂടെ? അപ്പം പുത്തൻകുരിശിൽ ഭർത്താവിൻ്റെ വീട്ടിൽ ആ കുട്ടികളെ തന്നെ നിൽക്കുന്ന ഇവർ കുട്ടികളെ ശ്രദ്ധിക്കുന്നില്ല, അവർ അറ്റൻഡ് ചെയ്യുന്നില്ല, അവർക്ക് താല്പര്യമില്ല എന്നാണ് വരുന്നത്. അത് ഭർത്താവിൻ്റെ വീട്ടുകാരുള്ള വൈരാഗ്യം കൊണ്ടാകാം, അതും ആകാം. പക്ഷേ എന്താണ് ആ അമ്മ അങ്ങനെ കരുതുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. ഒരമ്മമാരും ഇങ്ങനെ ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. കാരണം കുട്ടിയെ രക്ഷപ്പെടുത്താൻ അവർക്ക് സാധിക്കുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. ആ പീഡനത്തിൻ്റെ കാരണം കൊണ്ടാണ്, ആ ഭർത്താവിനോടുള്ള വൈരാഗ്യം, അവരുടെ വീട്ടിലുള്ള വൈരാഗ്യം, കുട്ടികളുടെ സ്നേഹം കിട്ടില്ലാത്ത കാരണം കൊണ്ടാണ് അമ്മ കുട്ടിയെ പുഴയിൽ എറിഞ്ഞതെന്ന് ഞാൻ കരുതുന്നു. അല്ല ജോർജ് ജോസഫ് സാർ, ഒരു കാര്യം ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഈ അമ്മ ഈ 2 മക്കളെയും മുൻപ് കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നുവെന്നും അവരോട് വലിയ ദേഷ്യമായിരുന്നു, അവരെ നിരന്തരം ഉപദ്രവിക്കുമായിരുന്നു എന്നുമൊക്കെ ഒരു കഥ ഫിറ്റ് ചെയ്തത് എന്തിനാണ്? ആരായിരിക്കും അതിന് പിന്നിൽ? അതിൻ്റെ മോട്ടീവ് എന്തായിരിക്കും? അതായത് അവരെ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നത്. കാരണം ആ കുട്ടിയെ കൊല്ലാൻ ശ്രമിച്ച്, ഐസ്ക്രീമിൽ കുട്ടിയെ, ഇളയ കുട്ടിയെ കൊല്ലാൻ ശ്രമിച്ചെന്നുള്ള രീതിയിലാണ് വന്നത്. ഈ മൂത്ത കുട്ടിക്ക് എതിരായിട്ട് അമ്മ എന്തെങ്കിലും ചെയ്തതായിട്ട് ഇതുവരെ ഞാൻ കേട്ടില്ല. അപ്പോൾ അത് നമ്മൾ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അമ്മയുടെ ഭാഗത്തുള്ള ഒരു തെറ്റ് തന്നെയായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം കുട്ടികളെ എന്തിനാണ് അവരുടെ സംരക്ഷണം, കുഞ്ഞു കൊച്ചിനെ എന്തിനാണ് അമ്മയുടെ സംരക്ഷണം മാറ്റി? എല്ലാ അമ്മമാരും ചേർത്ത്, നമുക്കറിയാമല്ലോ, 10, 15, 16 വയസ്സുള്ള കുട്ടികളെ അമ്മ റോട്ടിൽ കൂടെ കൊണ്ടുവന്ന് കണ്ടിട്ടുണ്ട്. കയ്യെ പിടിച്ചോണ്ടാ പോണേ. അമ്മയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആ കൊച്ചിനുള്ളതാണ്. ആ കൊച്ചിൻ്റെയും കൈ പിടിച്ചു പോകും ഒരമ്മ. ഞാൻ എത്രയോ അമ്മമാരെ കാണുന്നു, ആ 15, 16, +1, +2 പഠിക്കുന്ന കൊച്ചിൻ്റെ കയ്യെ പിടിച്ചുകൊണ്ടാണ് അമ്മ റോട്ടിൽ കൂടെ നടക്കുന്നത്. അത് അങ്ങനെയാണ് അമ്മമാർ കുട്ടികളെ. അതിനകത്ത് ദാരിദ്ര്യമോ മറ്റ് പ്രശ്നങ്ങളൊന്നും അല്ല, അവർക്ക് പണമില്ലാത്തതൊന്നുമല്ല, അങ്ങനെയാണ് അമ്മമാർ ചേർത്ത് പിടിക്കുകയുള്ളൂ. പക്ഷേ ഇവരെന്തുകൊണ്ട് ആ കുട്ടിയെയും കുട്ടിയുടെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു? അത് ഭർത്താവിനുള്ള ഇതാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടും കാണും. അത് ഉള്ളത് കൊണ്ടാണെങ്കിൽ ആ കുഞ്ഞു കൊച്ചിനെ അവരുടെ വീട്ടിൽ കൊണ്ടുപോയി കൊച്ചിനെ പീഡനം നടത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ അമ്മമാർ തീർച്ചയായിട്ടും അതിനെ വിളിച്ചോണ്ട്, അത് ഇവിടെ നിന്ന് ഉണ്ടായില്ല, വിളിച്ചുകൊണ്ട് പോയില്ല. അന്ന് ഈ നഴ്സറിയിൽ കുട്ടിയെ ഇവരെടുത്തുകൊണ്ട് പോകുമ്പോൾ അതിൻ്റെ തലേദിവസം കുട്ടി എവിടെ കിടന്നു എന്നുള്ളതാണ്. അത് അമ്മയുടെ കൂടെയാണോ അതോ അപ്പൻ്റെ കൂടെയായിരുന്നോ? കാരണം അതൊരു ഫ്രഷ് ഊണ്ട്, 24 മണിക്കൂറിൽ കൂടുതൽ അതിന് ആ ഒരു ഊണ്ടിന് അതിന് അത്ര പഴക്കമില്ല, 24 hours എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതെവിടെ വെച്ചുണ്ടായെന്ന് പോലീസ് വളരെ കൂലങ്കഷമായിട്ട് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. അമ്മ കുട്ടിയെ എടുക്കാൻ വന്നത് ഭർത്താവിൻ്റെ വീട്ടിൽ കൊണ്ടാക്കും, ഇവിടുന്ന് നേരെ അവിടെ കൊണ്ടാക്കുകയാണ്.
ആ തലേദിവസം ആ കുട്ടി അമ്മയുടെ അടുത്തായിരുന്നോ, അത് കുട്ടി അമ്മയും എവിടെയെങ്കിലും ആ വല്യമ്മയുടെ വീട്ടിൽ തന്നെ വേറെ ഉള്ളിടത്തും പോയോ? ഇതൊക്കെ ഡിഫൻസ് കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടു കൂടി പോലീസ് പുത്തൻകുരിശ് കേസ് കൊച്ചിനെ പോക്സോ കേസിൽ എവിഡൻസ് എടുക്കുന്നതും, അതുപോലെ തന്നെ ബാലനീതി വകുപ്പ് പ്രകാരം അതിനകത്ത് വേറൊരു കാര്യമുണ്ട്, നമുക്ക് അറിഞ്ഞുകൂടാ കുട്ടിയെ ഇൻസെർഷനുള്ള ആണോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. കാരണം അങ്ങനെ സെക്ഷൻ മാറും. ബാലനീതിയിലെ സെക്ഷൻ 6, 7 തമ്മിൽ വ്യത്യാസമുണ്ട്. 6 എന്നാകുമ്പോൾ പോക്സോ കേസിൻ്റെ അത് റേപ്പായിട്ട് അങ്ങനെ തന്നെ വരുള്ളൂ. അല്ലാത്ത കേസുകൾ ഇൻസെർഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ, അല്ലാത്ത ഭാഗത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് സെക്ഷൻ 7 കീഴിലേ വരുള്ളൂ. അത് 5 മുതൽ 10 വർഷം വരെ ശിക്ഷയുള്ളൂ. അപ്പോൾ അത് ഏതാണെന്ന് പോലീസ് ഇൻട്രോഗേറ്റ് ചെയ്തിട്ട് വേണം അത് കണ്ടുപിടിക്കാൻ. കുട്ടിയുടെ പോസ്റ്റ്മോർട്ടത്തിലെ സ്വഭാവം, അതിൻ്റെ ഇഞ്ചുറിയുടെ സ്വഭാവം, അതെല്ലാം കണ്ടിട്ട് വേണം അതിലേക്ക് എത്താനായിട്ട്. അതുകൊണ്ട് സ്വല്പം കോംപ്ലിക്കേഷൻ ഉള്ളൊരു കേസാണ് പുത്തൻകുരിശ് ഡിവൈഎസ്പി. അത് വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ആ കാര്യങ്ങളൊക്കെ തന്നെ പയ്യനെ പരിശോധനയിലേക്ക് വരട്ടെ ജോർജ് ജോസഫ് സർ. ആ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധനയിലേക്ക് വരട്ടെ. ഞാൻ